നമസ്കാരം പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് ഒരു പുതിയ വിഷയമാണ്. ഈ വിഷയം നിങ്ങൾക്കെല്ലാവർക്കും സുപരിചിതമാണ്. കുട്ടികളും മൊബൈലിൻ്റെ അമിതമായിട്ടുള്ള ഉപയോഗവും, മൊബൈൽ എക്സസ് യൂസ് ഇൻ ചിൽഡ്രൻ. ഈ വിഷയത്തെ ആസ്പദമാക്കിയ ഒരു വീഡിയോ ഉണ്ടാക്കണമെന്ന് എനിക്ക് ആഗ്രഹം വന്നത് ഈ മാസത്തിൻ്റെ ആരംഭ സമയത്ത് ഞാൻ 10 ദിവസം നാട്ടിലായിരുന്നു. അപ്പോൾ പോകുന്ന സമയത്തും വരുന്ന സമയത്തും ജീവിച്ച സമയത്തും ഞാനൊരു കാര്യം ശ്രദ്ധിച്ചു. കുട്ടികൾ മാക്സിമം ഡിജിറ്റൽ മീഡിയയിൽ ഇൻവോൾവ് ആയിരിക്കുകയാണ്. അത് ബസ് സ്റ്റാൻഡ് ആയിക്കോട്ടെ, എയർപോർട്ട് ആയിക്കോട്ടെ, റെയിൽവേ സ്റ്റേഷൻ ആയിക്കോട്ടെ, വീടായിക്കോട്ടെ, സ്കൂൾ ആയിക്കോട്ടെ, ഗാർഡൻ ആയിക്കോട്ടെ, ഫുട്പാത്ത് ആയിക്കോട്ടെ, അധികം കുട്ടികൾ അമിതമായിട്ട് ഈ ഡിജിറ്റൽ മീഡിയയിൽ ഇൻവോൾവ് ആയിരിക്കുന്നത് കണ്ടു. അപ്പോൾ നാട്ടിൽ നിന്ന് വന്ന ശേഷം ഞാൻ വിചാരിച്ചു, എന്നാൽ ഒരു 2 വീഡിയോ ഉണ്ടാക്കി പേരൻസിന് ഒരു സപ്പോർട്ട്, ഒരു മോട്ടിവേഷൻ ചെയ്യുന്ന രീതിയിൽ ചില നിർദ്ദേശങ്ങൾ ഉണ്ടാക്കി കൊടുക്കാം, പറയാം എന്ന് തീരുമാനിച്ചു. ആയതിനാലാണ് ഈ വീഡിയോ ഉണ്ടാക്കിയിരിക്കുന്നത്. നിങ്ങൾക്കേവർക്കും എൻ്റെ വീഡിയോയിലേക്ക് സ്വാഗതം. സുഹൃത്തുക്കളെ, കോവിഡ് കാലത്തിന് ശേഷം കുട്ടികളിൽ ഡിജിറ്റൽ മീഡിയ ഉപയോഗം അമിതമായിരിക്കുന്നു എന്നത് ഒരു യാഥാർത്ഥ്യമാണ്. ഈ അമിതമായിരിക്കുന്ന മൊബൈലും ലാപ്ടോപ്പും, അതായത് ഡിജിറ്റൽ മീഡിയയുടെ ഉപയോഗം അവരുടെ പഠിത്തത്തെയും ദൈനംദിന ജീവിതത്തെയും ബാധിച്ചിട്ടുണ്ടെന്ന് പേരൻസ് പ്രത്യേകിച്ച് പരാതി പറയാറുണ്ട്. അതൊരു സത്യവുമാണ്, നമുക്കെല്ലാവർക്കും അറിയാവുന്ന ഒരു സാധാരണ കാര്യമാണ്. പക്ഷേ ഈ രീതിയിൽ ഈ കുട്ടികൾ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ അവരുടെ ഭാവി എന്തായിത്തീരും? ആയതിനാൽ ഒരു നല്ല ഒരു യുവതലമുറയെ വാർത്തെടുക്കുവാൻ വേണ്ടി ഒരു സപ്പോർട്ടായിട്ടാണ് ചില കാര്യങ്ങൾ ഞാൻ ഡിസ്കസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. എൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസിൽ ഞാൻ ആഗ്രഹിക്കുന്നത്, ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത്, ആദ്യം നമ്മുടെ മാതാപിതാക്കൾക്ക് ആരോഗ്യപരമായ ഡിജിറ്റൽ മീഡിയ ഉപയോഗം അത് മനസ്സിലാക്കിയിരിക്കണം, അതവർ അറിഞ്ഞിരിക്കണം. എങ്കിൽ മാത്രമേ ഒരു പരിധിവരെ നമ്മുടെ കുട്ടികളെ, അല്ലെങ്കിൽ നമ്മുടെ വേണ്ടപ്പെട്ട കുട്ടികളെ പറഞ്ഞ് മനസ്സിലാക്കി പതുക്കെ പതുക്കെ തിരിച്ചു കൊണ്ടുവരാൻ പറ്റുകയുള്ളൂ. ആയതിനാലാണ് ഈ വീഡിയോയിലൂടെ ഞാൻ മാതാപിതാക്കളെ ചില കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കുന്നു. 2 വീഡിയോ ആണ്. അടുത്ത വീഡിയോയിൽ നമുക്ക് ചില റെമഡീസ് ചർച്ച ചെയ്യാം. പ്രിയപ്പെട്ട മാതാപിതാക്കളെ, ആദ്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, വാട്ട് കൈൻഡ് ഓഫ് ഡിജിറ്റൽ മീഡിയ ഡു ചിൽഡ്രൻ യൂസ്? എന്താണ് നോക്കുന്നത്, അതിൽ ഏത് ടൈപ്പ് ഓഫ് പ്ലാറ്റ്ഫോമിലാണ് നിൽക്കുന്നത് എന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം. അതുകൊണ്ട് പേരൻസ് നീഡ് ടു ബി കെയർഫുൾ അബൌട്ട് ഹൂ ദെയർ ചിൽഡ്രൻ ആർ ഇൻ്ററാക്ടിങ് വിത്ത് ഓൺ സോഷ്യൽ മീഡിയ. അത് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. ഏത് സോഷ്യൽ മീഡിയയിലാണ്, എന്താണ് അവർ ഇൻ്ററാക്ട് ചെയ്യുന്നത്. കെയർ ഷുഡ് ഓൾസോ ബി ടേക്കൻ ദാറ്റ്. എന്താണ്? സ്ക്രീൻ യൂസ് ഡസ് നോട്ട് അഫക്റ്റ് ദ ഡെയിലി ആക്ടിവിറ്റീസ്. അവരുടെ ദൈനംദിന ജീവിതത്തിൽ ഉള്ള ആക്ടിവിറ്റീസിനെ ഈ സ്ക്രീൻ യൂസ് ബുദ്ധിമുട്ട് കൊടുക്കുന്നതല്ലായിരിക്കണം. പ്രത്യേകിച്ച് ശ്രദ്ധിക്കണം. കാരണം ഉറക്കം, കഴിപ്പ്, എക്സസൈസ് ഇതെല്ലാം വളരെ പ്രധാനപ്പെട്ട ആക്ടിവിറ്റീസാണ്. നോട്ട് ഓൺലി ദാറ്റ് വൺ, നമ്മൾ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ വെർബൽ ഇൻ്ററാക്ഷൻ വിത്ത് പേരൻസ്, വെർബൽ ഇൻ്ററാക്ഷൻ വിത്ത് റിലേറ്റീവ്സ്, വെർബൽ ഇൻ്ററാക്ഷൻ വിത്ത് ഫ്രണ്ട്സ്, ഇതെല്ലാം ഫ്ലക്ച്വേറ്റഡ് ആവുകയാണ്, കുറഞ്ഞു വരികയാണ്. ഇതെല്ലാം നമ്മൾ ശ്രദ്ധിക്കേണ്ടതായ കാര്യങ്ങളാണ്. അപ്പോൾ നമ്മൾ പേരൻസിനോട് ചോദിച്ചു കഴിഞ്ഞാൽ പേരൻസ് എന്ത് പറയും? എൻ്റെ മകൻ അല്ലെങ്കിൽ മകൾ മൊബൈലിലിരിക്കുന്നു, ലാപ്ടോപ്പിൽ ഇരിക്കുന്നു, അവിടെ എന്താ ചെയ്യുന്നതെന്ന് എനിക്കറിയില്ല. ചാറ്റ് ചെയ്യുകയാണോ, പഠിക്കുകയാണോ? കാരണം ഇന്ന് നമുക്കറിയാം, ഓൺലൈൻ ക്ലാസ്സസ് ആയിരുന്ന കോവിഡ് കാലസമയത്ത്, അതിന് ശേഷവും പിള്ളേരെല്ലാം അതിന് അഡിക്റ്റായി. പല പ്രായത്തിലുള്ള പല ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികൾ ഇന്ന് പഠനത്തിന് വേണ്ടി മൊബൈൽ ഉപയോഗിക്കുന്നുണ്ട്, ലാപ്ടോപ്പ് ഉപയോഗിക്കുന്നുണ്ട്, ഓക്കെ, ഡിജിറ്റൽ മീഡിയ ഉപയോഗിക്കുന്നുണ്ട്, ഓക്കെ. പക്ഷേ കൂടുതൽ സമയം സ്ക്രീൻ ടൈം അവർ ഉപയോഗിക്കുന്നത് നല്ലതല്ല. കാരണം മുന്നോട്ട് ഒരു അൺഹെൽത്തി സിറ്റുവേഷൻ അവർക്ക് ഫേസ് ചെയ്യേണ്ടി വരും. ആയതിനാൽ അവർ എത്ര സമയം ഇരിക്കുന്നതല്ല ഇമ്പോർട്ടൻറ്റ്, അവരെന്താണ് അവിടെ ചെയ്യുന്നത്, ദാറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. വാട്ട് ചിൽഡ്രൻ വാച്ച് ഈസ് മോർ ഇമ്പോർട്ടൻറ്റ് ദാൻ ഹൗ മച്ച് ടൈം ദർ സ്പെൻഡിങ്. ഇതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. എന്താണ് അവരെ അവിടെ ചെയ്യുന്നത് മനസ്സിലാക്കണം പേരൻസ്. കാരണം നമുക്കെല്ലാവർക്കും അറിയാം, സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ പിള്ളേർക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ ധാരാളം പ്രോഗ്രാംസ് ഉണ്ട്, വീഡിയോസ് ഉണ്ട്, സീരിയലുണ്ട്, വീഡിയോ ഗെയിംസ് ഉണ്ട്, ഡിഫറെൻറ്റ് ടൈപ്പുള്ള പ്രോഗ്രാംസ് ഉണ്ട്. ഇതെല്ലാം അൺസയൻറ്റിഫിക്
ആൻഡ് ഫാൾസ് ഇൻഫോർമേഷനാണ് കുട്ടികൾ കൊടുക്കുന്നത്. അതുകൊണ്ട് എന്ത് പറ്റും? പതുക്കെ ദാറ്റ് ഈസ് എഫക്റ്റ് ടു ചിൽഡ്രൻസ് ബിഹേവിയർ. അപ്പം നമ്മൾ മുന്നോട്ട് ശ്രദ്ധിക്കുകയാണെങ്കിൽ അവരുടെ മാനസിക ആരോഗ്യ പ്രശ്നത്തെ അത് ബാധിക്കുന്നതായിട്ട് കാണും. അതുകൊണ്ട് പേരൻസ് പ്രത്യേകിച്ചും അത് ശ്രദ്ധിക്കണം. പിന്നെ നമ്മുടെ സറൗണ്ടിങ്ങിലുള്ള കുട്ടികളെ നമ്മൾ ശ്രദ്ധിച്ചേ, നമ്മുടെ വീട്ടിലുള്ള കുട്ടികളെ ശ്രദ്ധിച്ചേ. കണ്ടിന്യൂ ആരൊക്കെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ നിർബാധം വസിക്കുന്നുണ്ടോ മായിട്ടുള്ള ഹെൽത്ത് നോക്കിക്കേ. പൊണ്ണത്തടി, യെസ്, ഹെഡേക്ക്, കണ്ണിന് പ്രശ്നം, വ്യത്യസ്തമായ രോഗങ്ങൾ അവർക്ക് ബാധിച്ചിരിക്കുന്നു, ലാക്ക് ഓഫ് സ്ലീപ്പ്, ലാക്ക് ഓഫ് ഇൻട്രസ്റ്റ് ഇൻ സ്റ്റഡീസ്. പിന്നെ അവരെ ശ്രദ്ധിച്ചു നോക്കിയേ, ലോസ് ഓഫ് ഇൻട്രസ്റ്റ് ഇൻ സ്പീക്കിംഗ്. അതൊക്കെ എന്ത് സംഭവിക്കും? അവർ ഈസ് ഗോയിങ് ടു ബി അണ്ടർ ഡിപ്രഷൻ ആൻഡ് ആങ്സൈറ്റി. അങ്ങനെ ഒരു ഘടകത്തേക്ക് വന്നു കഴിയുമ്പം കോൺസെൻട്രേഷൻ ഓഫ് ദെയർ സോഷ്യൽ ഫീൽഡ്, അവിടെ ഒരു അറ്റൻഷൻ അവർക്ക് കിട്ടില്ല. അവിടെ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ അവർക്ക് പറ്റാതെ അവരിങ്ങനെ മാറിപ്പോകുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. സമൂഹത്തിൽ നിന്ന് മാറിപ്പോകാമെന്ന് പറഞ്ഞാൽ എത്രയോ ഭയങ്കരമായിരിക്കുന്ന സിറ്റുവേഷനാണ്. ഇതാണ് പേരൻസ് മനസ്സിലാക്കേണ്ടത്. ഇങ്ങനെ അമിതമായിരിക്കുന്ന മൊബൈൽ ഉപയോഗത്തിലൂടെ കുട്ടികൾ എല്ലാ ജീവിത ആക്ടിവിറ്റീസും മാറി എന്നിട്ട് അവർ അതിലേക്ക് പോയി കഴിഞ്ഞാൽ അവരെ തിരിച്ചു കൊണ്ടുവരുവാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. ആയതിനാൽ മാതാപിതാക്കൾ ആരോഗ്യപരമായിരിക്കുന്ന ഡിജിറ്റൽ മീഡിയ ഉപയോഗം മനസ്സിലാക്കി അവരുടെ കൂടെ ഇരുന്ന്, ഏത് പ്രായത്തിലുള്ള കുട്ടികളായിക്കോട്ടെ, അവരെ ചേർത്ത് പിടിച്ച് അവരുടെ കൂടെ പ്രോഗ്രാം പാർട്ടിസിപ്പേറ്റ് ചെയ്യണം. അപ്പം പേരൻസ് നമ്മുടെ കൂടെ ഉണ്ടെന്ന് മനസ്സിലാകുമ്പോൾ അവർ കുറച്ചുകൂടെയും സേഫ് ആവും. അപ്പോൾ അവരെ പതുക്കെ മനസ്സിലാക്കി നമുക്ക് തിരിച്ചു കൊണ്ടുവരാനാണ് നമ്മൾ ഉദ്ദേശിക്കേണ്ടത്. അല്ലെങ്കിൽ കൈവിട്ടു പോയി കഴിഞ്ഞാൽ അത് വലിയ ഇമ്പാക്റ്റ് ആയിരിക്കും കുട്ടികളുടെ ജീവിതത്തെയും നമ്മുടെ ജീവിതത്തിലും. ആയതിനാൽ ഈ വീഡിയോ കൊണ്ട് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യണം. അടുത്ത വീഡിയോയുമായിട്ട് ഞാൻ നിങ്ങളുടെ ഇടയിലേക്ക് പെട്ടെന്ന് വരാം. നന്ദി, നമസ്കാരം.